ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജ കുളമാക്കി അല്ലെങ്കിൽ ജലജ കാരണം നഷ്ടപ്പെട്ട നാഗേന്ദ്രൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇന്നത്തെ എപ്പിസോഡിലും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ 10ൻ്റെ പണിയല്ല 12ൻ്റെ പണിയാണ് ഈ ജലജ കൊടുത്തിരിക്കുന്നത്. നാഗേന്ദ്രനെ കുറ്റക്കാരനാക്കി ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ പടി ഇറങ്ങിപ്പോണ സമയത്ത് നാഗേന്ദ്രൻ ജലജേനെ വിളിക്കുന്നുണ്ട്. ജലജെ, നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ, അയ്യേ ഞാനിതിനെ നിങ്ങളുടെ കൂടെ വരുന്നത്, എനിക്ക് എൻ്റെ മക്കളുടെ ഭാവി നോക്കണ്ടേ, അല്ലെങ്കിൽ നാഗേട്ടൻ ചെയ്ത തെറ്റ് ഞാനിതിനെ ഏറ്റെടുത്ത് വരണത്, എനിക്കൊന്നും വയ്യ വരാനായിട്ട്, ഞാനിവിടെ തന്നെ നിൽക്കും, എൻ്റെ അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ച് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന നാഗേന്ദ്രൻ, ഓഹോ അപ്പോൾ നീ വാക്ക് മാറ്റിയല്ലേ, ശരി അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേണ്ട നീ ഇനി ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയാണ്. നാഗേന്ദ്രൻ വിഷമത്തോടെ തന്നെ 2 മക്കളെ നോക്കുക കേട്ടോ. അവന്തിക ജലജയുടെ കയ്യിലാണ്, അബിയാണെങ്കിൽ ചെറിയ കുട്ടിയാട്ടോ, അത് 5 വയസ്സൊക്കെ ഉള്ളൂ അബിക്ക്. അങ്ങനെ അബീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാഗേന്ദ്രനെ പിടിച്ച് ചവിട്ടി പുറത്താക്കാണ് മുത്തശ്ശൻ. അപ്പോൾ ഇതാണ് ഫ്ലാഷ് ബാക്ക് കഥ. ഇതൊക്കെ തന്നെ നമ്മുടെ ശങ്കരേട്ടൻ ആദർശോട് പറയുമ്പോൾ ആദർശ് പണ്ട്, ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, അതെ അങ്ങനെയാണ് കാര്യങ്ങൾ, വെറുതെ അല്ല അയാൾക്ക് ഇത്ര പക, അതെ അയാൾക്ക് പക ഉണ്ടാവാനും കാരണമുണ്ടല്ലോ ആദർശ്, ഒന്ന് ആലോചിച്ച് നോക്ക്, ചെയ്യാത്ത തെറ്റിനെയാണ് അയാൾ കുറ്റമേറ്റത്, പിന്നെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഭാര്യ ചതിക്കുകയും ചെയ്തു, അതൊക്കെ കൊണ്ടായിരിക്കും അയാളുടെ മാനസിക നില ആകെ തെറ്റിപ്പോയത്. ശരി അങ്കിളെ, എന്തായാലും വളരെ നന്ദിയുണ്ട് കേട്ടോ, ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആദർശ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. നയനെ ചോദിക്കണ്ട, അല്ല ആദർശേട്ടൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു, എത്ര നേരം ഞാൻ വിളിക്കണത്, അതോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരാളെ കാണാൻ പോകണമെന്ന്, മുമ്പ് ഇവിടെ എന്താണ് തട്ടാമ്പണിക്ക് നിന്ന ശങ്കരേട്ടൻ്റെ, അതെ അവിടെ പോയി നമ്മുടെ നാഗേന്ദ്രൻ്റെ പഴയ ഫ്ലാഷ് ബാക്ക് കഥ അറിയാൻ, എന്നിട്ട് അതൊക്കെ പറഞ്ഞോ, എല്ലാം പറഞ്ഞു, നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അല്ല നയനെ നാഗേന്ദ്രൻ, പിന്നെ അയാളൊരു പഞ്ചപാവമായിരുന്നു. നാഗേന്ദ്രനോ പാവോ, കൊല്ലാനും കൊലവിളിക്കാനും മടിയില്ലാത്ത നാഗേന്ദ്രനെ കുറിച്ച് തന്നെയാണോ ആദർശേട്ടൻ ഈ പറയണത്, അതെ ആ നാഗേന്ദ്രനെ കുറിച്ച് തന്നെ. ആ ശങ്കരേട്ടൻ പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ എനിക്ക് പോലും വല്ലാത്ത വിഷമമായി തുടങ്ങി. കാരണം സിനിമയിലും സീരിയലുകളെക്കാളും ചതിയാണ് നാഗേന്ദ്രനോട് ഈ ജലജപ്പച്ചി ചെയ്തിരിക്കണത്. ഓഹോ അപ്പോൾ അതാണ് ഈ ജലജപ്പച്ചി. നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുമ്പോൾ ആകെ ടെൻഷനും വെപ്രാളവും കാണിക്കണല്ലേ. അതെ അത് തന്നെ, ഈ 10-22 വർഷം മുമ്പ് നടന്ന കാര്യമാണെങ്കിലും ഈ കോടതിയിലെ കേസൊക്കെ നിനക്കറിയില്ലേ, എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജലജപ്പച്ചി 22 വർഷം മുമ്പ് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, നാഗേന്ദ്രനെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരണം. ആദർശേട്ടൻ എന്തേ പറഞ്ഞത്, അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല, ആ കാലത്ത് CCTVയോ തെളിവുകളോ ഒന്നുമില്ല, പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് ഇതാണ് സത്യമെന്ന് തെളിയിക്കും, അല്ല ശങ്കരേട്ടൻ്റെ ഈ മൊഴി മാത്രം മതി സത്യം തെളിയിക്കാൻ. പക്ഷേ നാഗേന്ദ്രൻ എങ്ങനെ അനുനയിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇപ്പോൾ മുത്തശ്ശനോടാണല്ലോ. പക്ഷെ നിനക്കൊരു കാര്യം അറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ്റെ ജീവനായിരുന്നു ഈ നാഗേന്ദ്രന് വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് ഈ രീതിയിലാക്കിയത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാഗേന്ദ്രനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ആദർശേട്ടാ, വേറൊന്നുമല്ല, ജലജപ്പച്ചിയുടെ ക്രൂരതകൾ അപ്പോഴെങ്കിലും തീരുമല്ലോ. അതെ സത്യം പറഞ്ഞാൽ അയാളിവിടെ നാട് വിട്ടുപോയപ്പോൾ അയാളുടെ കയ്യിൽ 10ൻ്റെ പൈസ ഉണ്ടായില്ല, പിന്നെ എങ്ങനെയോ ഇതുപോലെ ബിസിനസ്സും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഏതോ കമ്പനിയിൽ കയറിപ്പറ്റി, പിന്നെ അവിടുത്തെ തട്ടിപ്പും വെട്ടിപ്പിലൊക്കെ കൂട്ട് നിൽക്കേണ്ടി വന്നു, ജീവിക്കാൻ വേറെ വഴി ഉണ്ടായില്ലല്ലോ. പക്ഷെ അപ്പോഴും തൻ്റെ ഭാര്യേനെയും മക്കളെയും മറന്ന് വേറൊരു കുടുംബത്തെക്കുറിച്ച് അയാൾ ആലോചിച്ചേയില്ല. അയാൾക്ക് വലുത് അയാളുടെ മക്കളായിരുന്നു. ജലജാപ്പച്ചെടുത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അതിനുശേഷം മുത്തശ്ശനോട്. കാരണം അയാളെ സത്യസന്ധത പറയാൻ വേണ്ടി മുത്തശ്ശൻ്റെ മുമ്പിൽ അയാൾ ഒരുപാട് പ്രാവശ്യം വന്നിരുന്നു. പക്ഷെ മുത്തശ്ശൻ അയാളെ പുറത്താക്കുകയാണല്ലോ ചെയ്തത്, അതിൻ്റെ ദേഷ്യം മുത്തശ്ശനോടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തോട് അയാൾക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് കാരണവും ഉണ്ട് നയനെ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ അയാളെ, അത് നമുക്ക് എന്തായാലും നോക്കാം ആദർശേട്ടാ എന്ന് നയനെ പറയണ്ട. അതിനുശേഷം നവ്യ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുക കേട്ടോ. ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ, അതാണ് നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുമ്പോൾ ഈ ജലജ ഇങ്ങനെ കിടന്ന് തുള്ളുന്നല്ലേ. ഇതുകൊണ്ട് ഞാനും ഒരു കളി കളിക്കുന്നുണ്ട്, ജലജയെ നിങ്ങളെ നിലക്ക് നിർത്താൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. പേരും കള്ളി, സ്വന്തം ഭർത്താവിനെ ചതിച്ച് കളഞ്ഞല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, തൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ
ഇത്രയൊക്കെ അനുഭവമായിട്ടും ഞാൻ മാറി, പക്ഷേ ഈ ജലജക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ. എവിടുന്നോ കുപ്പത്തൊട്ടി ജനിച്ചാണ്. ഇവിടുത്തെ മുത്തശ്ശിയുടെ നല്ല മനസ്സ് കാരണം ഈ കുടുംബത്തിൽ വളർത്തി. അപ്പോഴോ അതിനേക്കാളും അഹങ്കാരം പണത്തിനോട് സ്വർണത്തിനോടും. വല്ലാത്തൊരു സ്വഭാവം തന്നെ. അവരുടെ അതേ സ്വഭാവം തന്നെ രണ്ട് മക്കളെയും പഠിപ്പിച്ച് വെച്ചേക്കണത്. സത്യം പറഞ്ഞാൽ അവരുടെ രണ്ട് മക്കളെയും ചീത്തയാക്കിയേക്കണത് അവർ തന്നെയാണ്. അതുകൊണ്ട് ജലജപ്പച്ചിക്കൊരു പണി കൊടുത്തേ പറ്റൂ എന്ന് നവ്യ വിചാരിക്കുകയാണ്. ശേഷം നവ്യ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബ്ലാക്ക് മെയിൽ ചെയ്യാട്ടോ ജലജ എടുത്ത് പറയുന്നുണ്ട്, അതെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ ജർമ്മൻ നെക്ലസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ തന്നെ ജലജ ഷോക്കാവാട്ടോ. ജർമ്മൻ നെക്ലസ്സോ? നീ എന്താ വല്ല സിനിമാ പേരും പറയുവാണോ? സിനിമാ പേരൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ വല്ല പേരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീ ഒന്ന് പോയിക്കേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. അതെ പോവാൻ വരട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഈ ജർമ്മൻ നെക്ലസ് ഇപ്പം എവിടെയുണ്ട്? ലോക്കറിൽ തന്നെയുണ്ടോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കണ്ടുപിടിച്ചോളാം ഞാൻ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഈ ജർമ്മൻ നെക്ലസ് എന്നുള്ള പേരൊക്കെ ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇനി ഇവള് ഇങ്ങനെ മറ്റേ ഇത് ജ്വല്ലറി പോണ സമയത്ത് മോഡലായിട്ട് പോണ സമയത്ത് ഈ നാഗേന്ദ്രൻ തമ്മിൽ പരിചയപ്പെട്ടോ? നാഗേന്ദ്രൻ പഴയ കഥകളെങ്ങാനും ഇവളോട് പറഞ്ഞോ? ഈശ്വര എങ്കിലും തീർന്നു. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താവാനുള്ള എല്ലാ അവസരവും ഉണ്ടാവാൻ പോവാണെന്ന് തോന്നുന്നു. ഇവളെന്തായാലും ആ ജ്വല്ലറിൽ പോകുന്നത് എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നാഗേന്ദ്രനും ഇവളും തമ്മിൽ അടുക്കുകയാണെങ്കിൽ നാഗേന്ദ്രൻ പല കഥകളും ഇവളോട് പറയും. പിന്നെ അതുവഴി ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ പുറത്താവും. അത് പാടില്ല. എങ്ങനെയെങ്കിലും ഇവളുടെ മോഡലിങ് നിർത്തിയേ പറ്റൂ എന്ന് ജലജയെ വിചാരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജലജ അപ്പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ നയനെ ജലജനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ വിചാരിക്കും, ജലജക്കിട്ട് ഒരു പണി കൊടുത്താലോ? അതെ അപ്പച്ചി. എന്താടി? അതെ ഞാൻ ഒരുപാട് ജ്വല്ലേഴ്സ് ഡിസൈൻ ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്. അല്ല എനിക്കൊരു ആഗ്രഹം, ഈ ജർമ്മനിയിലേക്ക് നല്ല നല്ല ജ്വല്ലേഴ്സൊക്കെ നല്ല കോടിക്കണക്കിന് രൂപയുള്ള നെക്ലസ്സൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് അത്രേ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മുത്തശ്ശനന്തങ്ങത്ത് നെക്ലസ് വാങ്ങിച്ചു എന്നൊക്കെ കേട്ടിരുന്നു. അല്ല ആ അപ്പച്ചി ആ ഒരു നെക്ലസിൻ്റെ ഡിസൈനെങ്കിലും അപ്പച്ചിക്ക് ഓർമ്മയുണ്ടോ? നീ പോയി നിൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് ചോദിക്കടേ. അല്ല എൻ്റെ അമ്മായിമ്മക്ക് പണത്തിനോട് സ്വർണ്ണത്തിനോട് ആക്രാന്തം ഇല്ലല്ലോ. അതുകൊണ്ട് ആ നെക്ലസ് കണ്ടാലുമേ എൻ്റെ അമ്മായിമ്മക്ക് ചിലപ്പോൾ ഓർമ്മ നിൽക്കില്ലായിരിക്കും. പക്ഷെ അപ്പച്ചിക്ക് അങ്ങനെയല്ലല്ലോ. ആ നെക്ലസ് അപ്പച്ചിയുടെ കയ്യിലല്ലേ? എന്ത്? അല്ല അപ്പച്ചിയുടെ കയ്യിലല്ലേ സൂക്ഷിക്കാനൊക്കെ എന്തോ തന്നിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയണ കേട്ടിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല കുറച്ച് മുമ്പ് നിൻ്റെ അനിയത്തിയും ഇതുപോലെ ചേച്ചിയും ഇതുപോലെ എന്തൊക്കെയോ വന്ന് പറഞ്ഞ് പിച്ചും പെയ്യും പറയണ്ടായിരുന്നു. ഇപ്പം നീയും വന്ന് പറയുന്നു. നിനക്കൊക്കെ എന്താണ്? നീ വല്ല ഡിസൈനർ ആണെങ്കിലേ നീ പോയി ജർമ്മനി പോടി, എന്നിട്ട് അവിടെ പോയി ഡിസൈൻ ചെയ്തിട്ട് വാ. അല്ലാതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ജലജ പോവാണ്. നയന ജർമ്മൻ നെക്ലസ് ഈ പേരും പറഞ്ഞ് ഇവരെ നിലക്ക് നിർത്തണം എന്ന് നയനെയും വിചാരിക്കാട്ടോ. അതേസമയം ആദർശ് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ നാഗേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക്. വേറൊന്നുമല്ല, നാഗേന്ദ്രനെ അവിടെ നിർത്തിക്കൊണ്ട് ജലജക്ക് പണി കൊടുക്കണം. പിന്നെ ഇത്രയും നല്ലൊരു നാഗേന്ദ്രനായിട്ടുള്ള ഒരാളെ മുത്തശ്ശൻ തെറ്റിദ്ധരിച്ച് പുറത്താക്കിയതാണല്ലോ. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ മാറ്റി അവരെ പഴയ പോലെ തന്നെ ഒന്നാക്കിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ നമ്മുടെ ആദർശം വിചാരിക്കാട്ടോ. അപ്പോൾ ആദർശം അതിനു വേണ്ടിയൊക്കെ ഇനി ശ്രമിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകണം കേട്ടോ. എന്തായാലും ഇതുവഴി പണി കിട്ടാൻ പോണത് ജലജയ്ക്ക് തന്നെയാണ്. ജലജയുടെ ആ ഒരു വലിയൊരു നെക്ലസിൻ്റെ കഥ പുറത്താകാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ ബാക്കി വിശേഷങ്ങൾ അറിയാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.